SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരികയിൽ ഒഴിക്കുന്നവർക്ക് അവാർഡ് പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ രംഗത്തെത്തിയിരുന്നു. വിവാദ പരാമർശത്തിൽ വിമർശനം നേരിട്ട വെള്ളാപ്പള്ളിക്ക് ഈ പോസ്റ്റ് പിടിവള്ളിയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. വെള്ളാപ്പള്ളിയുടെ മുഖത്ത് കരികയിൽ ഒഴിക്കുന്നവർക്ക് ക്യാഷ് അവാർഡ് നൽകുമെന്നായിരുന്നു ഹാരിസ് മുതൂർ ഫേസ്ബുക്കിൽ കുറിച്ചത്. വിവാദ പോസ്റ്റിൽ പ്രതിഷേധം കനത്തതോടെ ഹാരിസ് മുതൂർ ഈ പോസ്റ്റ് മുക്കിയായിരുന്നു. ഈ വർഗീയവാദിയുടെ മുഖത്ത് കരികയിൽ ഒഴിക്കുന്നവർക്ക് യൂത്ത് കോൺഗ്രസ് മലപ്പുറം കമ്മിറ്റി അവാർഡും ക്യാഷും നൽകും എന്നായിരുന്നു ആദ്യ പോസ്റ്റ്. വിവാദമായപ്പോൾ ഈ പോസ്റ്റ് ഹാരിസ് പിൻവലിക്കുകയും ചെയ്തു. വെള്ളാപ്പള്ളി മുസ്ലിമിനെ പറഞ്ഞതുകൊണ്ടല്ല, നാളെ ഏതെങ്കിലും ഒരാൾ ഒരു ഹൈന്ദവ സമുദായത്തെ പറഞ്ഞാലും അതിനെതിരെ ആദ്യം പ്രതികരിക്കുന്ന ഒരാൾ ഞാനായിരിക്കും. അത് കോൺഗ്രസും മുസ്ലിം ലീഗും മലപ്പുറത്തെ ഇതര രാഷ്ട്രീയ സാമുദായിക പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയെടുത്ത മാനവിക ബോധം കൊണ്ടാണെന്നും പുതിയ കുറിപ്പിൽ ഹാരിസ് കുറിച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ വാക്കിനോട് പ്രതികരിച്ചതിന്റെ പേരിൽ ശശികലയും വി ഗോപാലകൃഷ്ണനും ഭീഷണിപ്പെടുത്തുവാനാണ് ശ്രമമെങ്കിൽ ഒരു തരിമ്പും അതിനോട് ഭയമില്ല. പുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ജാതിബോധം കൊടികുത്തിവാണ് കേരളത്തിൽ വെച്ച് പ്രഖ്യാപിച്ച ജാതി ശരീരമായിരുന്ന കേരളത്തെ മാനവ ശരീരമായി പരുവപ്പെടുത്തിയ ശ്രീനാരായണ ഗുരുവിന്റെ നാമധേയത്തിലുള്ള പ്രസ്ഥാനത്തിന്റെ അമരത്തിരുന്നുകൊണ്ട് നിരന്തരം വർഗീയത പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ പോലും തീവ്രവാദിയാക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ വാക്കിനോട് പ്രതികരിച്ചതിന്റെ പേരിൽ ശശികലയും വി ഗോപാലകൃഷ്ണനും ഭീഷണിപ്പെടുത്തുവാനാണ് ശ്രമമെങ്കിൽ ഒരു തരിമ്പും അതിനോട് ഭയമില്ല. ജനിച്ചത് മുസ്ലിം വിശ്വാസധാരയിലാണെങ്കിലും ജീവിച്ചത് ജാതിയും മതവും വർഗവും വർണ്ണവും ഇല്ലാത്ത മലപ്പുറം ജില്ലയിലെ എടപ്പാളിനടുത്തുള്ള മുതൂരിലാണ്. രണ്ട് പെരുന്നാൾ പോലെ തന്നെ എനിക്ക് പ്രധാനമാണ് പൂരവും വേലയും. അതില്ലാതെ എൻ്റെ ഒരു വർഷവും പൂർത്തിയാകാറില്ല. അത്തരം ജീവിത സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു മലപ്പുറംകാരന് വെള്ളാപ്പള്ളിയുടെ നിരന്തരമായ വിഷം വമിപ്പിക്കുന്ന പ്രസ്താവന രോഷമുണ്ടാക്കുക തന്നെ ചെയ്യും. അത് വെള്ളാപ്പള്ളി മുസ്ലിമിനെ പറഞ്ഞതുകൊണ്ടല്ല, നാളെ ഏതെങ്കിലും ഒരാൾ ഒരു ഹൈന്ദവ സമുദായത്തെ പറഞ്ഞാലും അതിനെതിരെ ആദ്യം പ്രതികരിക്കുന്ന ഒരാൾ ഞാനായിരിക്കും. അത് കോൺഗ്രസിനും മുസ്ലിം ലീഗും മലപ്പുറത്തെ ഇതര രാഷ്ട്രീയ സാമുദായിക പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയെടുത്ത മാനവിക ബോധം കൊണ്ടാണ്. ശശികലയ്ക്കും ബി ഗോപാലകൃഷ്ണനും മാത്രമല്ല, സംഘപരിവാറിന്റെ ഏത് വ്യക്തിക്കും നിർഭയം മലപ്പുറത്തേക്ക് വരാം, മുതൂരിലേക്ക് വരാം. നിരായുധനായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതായുധം വെച്ചും എന്നെ കീഴ്പ്പെടുത്തുകയോ കൊല്ലുകയോ ചെയ്യാം. അപ്പോഴും കേരളത്തിലെ മലപ്പുറത്തെ മതസൗഹാർദ്ദത്തിനും മതേതരത്തിനും മനുഷ്യത്വത്തിനും വേണ്ടി ഞാൻ സംസാരിച്ചു കൊണ്ടേയിരിക്കും, എന്റെ ശ്വാസം നിലയ്ക്കും വരെ. ഭാരതം എന്ന ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച അനേകം മനുഷ്യരുടെ പേരിന്റെ അവസാന നാമമായി എന്റെ പേര് കൂട്ടിച്ചേർക്കുന്നുവെങ്കിൽ അതിലേറെ സന്തോഷം മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിലുള്ളത്. അതേസമയം യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനോട് പരുഷമായിട്ടാണ് ഇന്ന് SNDP വേദിയിൽ വെള്ളാപ്പള്ളി പ്രതികരിച്ചത്. ആരെന്ത് പറഞ്ഞാലും തന്റെ നിലപാടിൽ മാറ്റം ഉണ്ടാകില്ലെന്ന് കോൺഗ്രസ് നേതാവ് M ലിജുവിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. SNDPയും യൂത്ത് വിങ് ഉണ്ടെന്നും അവർക്കും കരികയിൽ ഒഴിക്കാൻ അറിയാമെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. പരാമർശത്തിൽ ലിജു മറുപടി പറയണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു. ലിജു പാവമാണ്, വഴിതെറ്റി ആ പാർട്ടിയിൽ പോയതാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഒരു യൂത്തൻ തൃശ്ശൂരിൽ പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ കോലം കരികയിൽ ഒഴിച്ച് കത്തിച്ചാൽ സമ്മാനം നൽകുമെന്ന്. ഊത്തുകാരനാണ് അവൻ, വെറുമൊരു പൊണ്ണനാണ്. എന്നെ കത്തിച്ചാലും എന്റെ അഭിപ്രായം മാറുമോ എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ. യൂത്ത് കോൺഗ്രസിനെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിന് ലിജു വേദിയിൽ വെച്ച് തന്നെ മറുപടി നൽകി. കത്തിക്കലും ഹിംസയും ആര് പിന്തുടർന്നാലും അതിനോട് മനുഷ്യത്വമുള്ളവർക്ക് യോജിക്കാൻ സാധിക്കില്ല. സംഭാഷണം വാദിക്കാനും ജയിക്കാനുമല്ല എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. നിങ്ങളുടെ വാദം നിങ്ങളുടേതാണ്. സത്യത്തിന്റെ പാതയിൽ ഏവർക്കും യോജിക്കാവുന്നതാണെന്നും ലിജു പറഞ്ഞു.